ഫാദർ അജി പുതിയ പറമ്പിൽ, സ്വാഭാവികമായിട്ടും സഭയ്ക്കൊരു വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തിനോടനുബന്ധിച്ചുള്ള നിലപാടുകൾ എടുക്കുന്നു. അത് ഈ പ്രശ്നം പരിഹരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും പരിഹരിച്ച രാഷ്ട്രീയ പാർട്ടിയോട് ആ തരത്തിലുള്ള ഒരു യോജിപ്പും കാണിക്കാൻ സഭയ്ക്ക് കഴിയും. സമരം തുടർന്നത് അവരുടെ അവകാശവാദങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി തന്നെയാണ്. അതും ഇത് കൂട്ടി ചേർക്കേണ്ട കാര്യമില്ല. ഇടത് സർക്കാർ പറയുന്ന പ്രതീക്ഷ, കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങൾ, ഇതിനെല്ലാം അപ്പുറത്ത് ഇവിടെ പരിഹാരമുണ്ട്. പരിഹാരം കൊണ്ടുവന്ന രാഷ്ട്രീയ പാർട്ടിയുണ്ട്, അവരെല്ലാവരുമുണ്ട്. എന്തിന് സഭ പറയുന്നത് ഈ ജനങ്ങൾക്കൊപ്പമാണെങ്കിൽ പിന്നെ എന്തിന് സഭയുടെ നിലപാടിനെ വിമർശിക്കണം? ഈ മുൻപത്തെ പ്രശ്നം രാഷ്ട്രീയമായി പരിഹരിക്കപ്പെടണം, എത്രയും പെട്ടെന്ന് പരിഹരിക്കപ്പെടണം. മുൻപത്തെ ജനങ്ങളുടെ കണ്ണീരിന് എത്രയും പെട്ടെന്ന് ഫലമുണ്ടാകണമെന്നാണ് കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ആഗ്രഹിക്കുന്നത്. കുറച്ചു മുമ്പ് ഇവിടുത്തെ BJP പ്രതിനിധി പറഞ്ഞ വാക്ക് മുനമ്പം നിവാസികളെന്നാണ്. നല്ല കാര്യം. അതുപോലെ തന്നെ AKCC പ്രതിനിധിയും പറഞ്ഞത് മുനമ്പം ജനത എന്നാണ്. എന്നാൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മുനമ്പത്തെ പറഞ്ഞിരുന്നത് എങ്ങനെയാണ്? മുനമ്പത്തെ ക്രിസ്ത്യാനികൾ. പാർലമെന്റിൽ എന്താ പറഞ്ഞത്? മുനമ്പത്തെ ക്രിസ്ത്യാനികൾ ഞങ്ങളെ വന്ന് കണ്ടു. അപ്പോൾ ഈ മുനമ്പത്തെ പ്രശ്നത്തെ ഒരു രാഷ്ട്രീയ ഒരു നിയമപ്രശ്നത്തിനപ്പുറത്ത് ഒരു മതപരമായ പ്രശ്നമാക്കി മാറ്റാൻ പറഞ്ഞിടത്തൊക്കെ മുൻപത്തെ ജനത എന്നാ പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് ക്രിസ്ത്യാനികളുണ്ട്, മുസ്ലിങ്ങളുണ്ട്, ഹിന്ദുക്കളുണ്ട്. ആ രീതിയിൽ പറഞ്ഞ മുൻപത്തെ ക്രിസ്ത്യാനികൾ എന്നുള്ള രീതിയിൽ എത്രയോ തവണയാണ് പ്രശ്നം ഉണ്ടാക്കിയത്. അപ്പം നമുക്ക് വേണ്ടത് മുൻപത്തെ ജനത മാത്രമല്ല, ഇന്ത്യയിലെ ഏത് ജനതയും പ്രശ്നം അനുഭവിച്ചാൽ അതിന് പരിഹാരം ഉണ്ടാകണം. മുൻപത്തെ ജനതയുടെ കണ്ണീരിന് പരിഹാരം ഉണ്ടാകണം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇവിടെ ആർക്കുമില്ല. അക്കാര്യത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒന്നാണ്. പക്ഷെ എന്നാൽ അങ്ങനെയല്ല ഏതാനും നാളുകളായി മുൻപത്തെ പ്രശ്നത്തെ അവതരിപ്പിച്ചത്. പക്ഷെ മുൻപത്തെ ജനതയ്ക്ക് അതിന് താല്പര്യം ഉണ്ടായിരുന്നില്ല. ഞാൻ മുൻപത്തെ ആളുകളുമായിട്ട് ഞാൻ സംസാരിക്കാറുണ്ടായിരുന്നു. ഇതിനെ ഈ രീതിയിൽ മതവൽക്കരിക്കുന്നതിനോട് ഒരു താല്പര്യവുമില്ല എന്ന് എന്റെ തന്നെ ചില സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ എങ്ങനെയായിരുന്നു കേരളത്തിലെ ചിത്രം? ഇതൊരു മുസ്ലിം ക്രിസ്ത്യൻ പ്രശ്നമാക്കി വളർത്താൻ ആരൊക്കെയോ സ്ക്രിപ്റ്റും സെറ്റും തയ്യാറാക്കി. അങ്ങനെയാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോയത്. നമ്മുടെ കേരളത്തിലെ ജനത എത്രമാത്രം ഈ പ്രശ്നത്തിന്റെ പേരിൽ ഡിവൈഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഒരു മതസംഘടന കേരളത്തിലെ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മത മേലധ്യക്ഷ സമൂഹം KCBC എന്താ പറഞ്ഞത്? ഈ ബില്ലിനെ പിന്തുണച്ചുകൊണ്ട് വോട്ട് ചെയ്യണമെന്ന് MP-മാരോട് ആവശ്യപ്പെട്ടു. എത്ര അപക്വമായ ഒരു തീരുമാനമായിരുന്നു അത്! എത്ര അപക്വമായിട്ടുള്ള ഒരു രാഷ്ട്രീയ നിരക്ഷരതയായിരുന്നു അത്! അവിവേകമായിരുന്നു അത്. ഈ മുൻപത്തെ വഖഫ് പ്രശ്നം എന്ന് പറയുന്നത് സാമൂഹ്യ പ്രശ്നമാണെന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ അതിൻ്റെ അകത്തൊരു മതപരമായ ഘടകമുണ്ട്. തൊട്ടു മുമ്പ് BJP പ്രതിനിധി പറഞ്ഞില്ലേ? എന്താ പറഞ്ഞത് അദ്ദേഹം? ഈ വഖഫ് എന്ന വാക്കിന്റെ അർത്ഥം എന്താ? അള്ളാഹുവിന് സമർപ്പിക്കുന്നത്. എല്ലാം ഇതുപോലെ അപ്പം ദേവസ്വം, അതുപോലെ തന്നെ ക്രിസ്ത്യാനികളുടെ സ്വത്ത്, ഇതിനെ സംബന്ധിച്ച് എല്ലാവർക്കും മതപരമായ വീക്ഷണങ്ങളും അതുപോലെ തന്നെ മതപരമായിട്ടുള്ള സെൻസിറ്റിവിറ്റിയും ഉണ്ട്. ഇതിനെല്ലാം അവഗണിച്ചുകൊണ്ട് ഇത്രയും സെൻസിറ്റീവായ ഒരു വിഷയത്തിൽ നമ്മുടെ ഇവിടുത്തെ KCBC ഞാൻ വിമർശിക്കുക തന്നെയാണ് ചെയ്യുന്നത്. KCBC ഇതിൽ ഇത്തരത്തില് ഇവിടുത്തെ MP-മാരോട് പോലും ഈ ബില്ലിനെ പിന്തുണച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമായ ഒരു തീരുമാനമെടുക്കണമെന്ന് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു മതസംഘടനയാണ് ആവശ്യപ്പെട്ടത്. RSS അല്ല ആവശ്യപ്പെട്ടത്, BJP അല്ല ആവശ്യപ്പെട്ടത്, ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അല്ല ആവശ്യപ്പെട്ടത്, SNDP അല്ല ആവശ്യപ്പെട്ടത്, NSS അല്ല ആവശ്യപ്പെട്ടത്. NSS-ലുള്ളവർ അവിടെ പ്രശ്നത്തിൽപ്പെട്ടിട്ടില്ലേ? SNDP പെട്ടവരവിടുത്തെ പ്രശ്നത്തിൽപ്പെട്ടിട്ടില്ലേ? അവരാരും ഉണ്ടാകുന്നത് ഈ മതപരമായ KCBC ആവശ്യപ്പെട്ടത് മതപരമായ ഇടപെടാതിരുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇങ്ങനെയുള്ള കാര്യത്തിൽ അവധാനതയോടെ ഇടപെടണമായിരുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് ഇനിയെങ്കിലും ഇതുപോലെ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസുകാരും BJP-കാരും കൂടുതലുള്ളത് ക്രിസ്ത്യൻ സമുദായമാണ്. മുനമ്പത്ത് കൂടുതലുള്ളത് ക്രിസ്ത്യൻ സമുദായമാണ്. അതിൽ തർക്കമല്ല. ഇത് കൂടുതൽ ബാധിച്ചിരിക്കുന്നതും ക്രിസ്ത്യൻ സമുദായത്തെയാണ്. താങ്കൾ ഈ പറയുന്നതനുസരിച്ചാണെങ്കിൽ ആണ് മുനമ്പം ജനത ചിന്തിക്കുന്നതെങ്കിൽ 50 പേർ ഈ വഖഫ് ബില്ല് പാസ്സായ ശേഷം അടുത്ത ദിവസം 50 പേർ ആ പാർട്ടിയിൽ ചേർന്നു. നിലപാടെടുക്കുന്നത് അല്ല, ഞാൻ പറയുന്നത് ഇതാണ് അവിടുത്തെ ജനത. താങ്കൾ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഈ 50 പേരുടെ പാർട്ടിയിൽ ചേർന്നു. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സഭ നിലപാടെടുക്കേണ്ടത്
സഭ നിലപാട് യെസ് മാഡം പറഞ്ഞു തന്നെയാണ്. അതുകൊണ്ട് ഇതിനെ ഒരു സ്ക്രിപ്റ്റും സെറ്റും തയ്യാറാക്കി ഒരു മതപരമായ പ്രശ്നമാക്കി വളർത്തി അതിൽ മുതലെടുപ്പ് നടത്തിയതാരാണ്? ഒരു രാഷ്ട്രീയ പാർട്ടി. എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും മുതലെടുപ്പ് നടത്താൻ താല്പര്യമുണ്ട്. ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ ഇപ്പോഴത്തെ സർക്കാരിന് മനസ്സ് വെച്ചിരുന്നെങ്കിൽ ഇതിന് പ്രശ്നം നേരത്തെ പരിഹരിക്കാമായിരുന്നു. ഇലക്ഷൻ കാലഘട്ടത്തില് പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഇവിടുത്തെ ഇടതുപക്ഷ നേതൃത്വം നൽകുന്ന സർക്കാർ എന്താണ് ചെയ്തത്? ഞാൻ അവരെ വിമർശിക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്താണ് ആ സർക്കാർ ചെയ്തത്? ഈ പ്രശ്നത്തെ എങ്ങനെ കുറച്ചും കൂടി വളർത്താമെന്നും എങ്ങനെ മുൻപത്തെ ജനതകളുടെ മനസ്സിൽ കൂടുതൽ ആശങ്ക ഉണർത്താമെന്നും അവർ ശ്രമിച്ചിട്ടുണ്ട്. കാരണം ആ ഇലക്ഷനിൽ കുറച്ച് മുതലെടുപ്പ് നടത്താൻ അവർ ശ്രമിച്ചു. ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടുത്തെ പാർട്ടിക്ക്, ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വത്തിന് ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ ഏതാനും പെട്ടെന്നൊന്നും പരിഹരിക്കപ്പെടാനൊന്നും പറ്റിയല്ല. BJP പ്രതിനിധി സൂചിപ്പിച്ചതുപോലെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രതിനിധി സൂചിപ്പിച്ചതുപോലെ ഇതൊരു നിയമപ്രശ്നമാണ്. സെക്ഷൻ 2A, ഈ നിയമത്തിലെ അമെന്റ്മെന്റ് ആക്ട് സെക്ഷൻ 2A ഈ മുനമ്പക്കാരെ സഹായിക്കില്ല. ഞാൻ ഇന്നലെ അത് ആവർത്തിച്ച് വായിച്ചു. അല്ല, ഒരു നേരത്തെ ശ്രീ ജോസൂട്ടി ഒഴികെ പറഞ്ഞ പോലെ ഇതൊരു ഡ്രാക്കോണിയൻ ഒരു സ്റ്റേറ്റ്മെന്റിനകത്തുനിന്ന് മാറുന്നു. ഇതൊരു സിവിൽ കേസായി മാറുകയാണ്. കുറച്ചും കൂടെ ഒരു പ്രതീക്ഷയുണ്ട്. എന്തുകൊണ്ട് താങ്കൾക്ക് ആ പ്രതീക്ഷ കാണുന്നില്ല ഫാദർ അജയ്? നല്ല കാര്യം, തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞത് സെക്ഷൻ 2A ഈ മുൻപത്തെ ഇഷ്യൂവിനെ പെട്ടെന്ന് പരിഹരിക്കുന്ന ഒരു സെക്ഷൻ അല്ല. നിങ്ങൾ എല്ലാവരും അത് വായിച്ചു നോക്കൂ, ആവർത്തിച്ച് വായിച്ചു നോക്കൂ. ഞാൻ ഉറപ്പ് പറയുന്നു, ഇനി അതല്ല ഈ നിയമം റെട്രോസ്പെക്റ്റീവ് ഇഫക്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ, എന്ന് മുൻകാല പ്രാബല്യം ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും മുൻപത്തെ ജനതയ്ക്ക് അത് ഉപകാരപ്രദമായേനെ. അതുപോലെയുള്ള ഒരു വകുപ്പ് അല്ലെങ്കിൽ അതുപോലെ സഹായിക്കാവുന്ന ഒരു വകുപ്പ് ഈ BJPക്ക് കിരൺ റിജിജു എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട മന്ത്രിക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ, ഈ BJPക്ക് അവിടുത്തെ ജനങ്ങളോട് അല്പമെങ്കിലും സ്നേഹമുണ്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്യാമായിരുന്നു? റെട്രോസ്പെക്റ്റീവ് ഇഫക്റ്റ് ഇതിനുണ്ട് എന്നൊരു വകുപ്പ് കൂട്ടിച്ചേർക്കാമായിരുന്നു. വേറെ ഒരുപാട് രീതിയിൽ ഈ നിയമത്തെ സേവ് ചെയ്യാമായിരുന്നു. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് അനവധി തവണ വായിച്ചു നോക്കൂ. ഈ പറഞ്ഞ ഈ വഖഫ് ആക്ട്, അമെന്റ്മെന്റ് ആക്ട് 2025 ഈ മുൻപത്തെ ജനതയെ രക്ഷിക്കുന്ന വകുപ്പില്ല. നമുക്ക് വേണമെങ്കിൽ പറയാം, ഞാനും അങ്ങനെ സന്തോഷിച്ച ആളാണ്. ഒന്നാം ദിവസം ഞാൻ ഇത് ആവർത്തിച്ച് വായിച്ചില്ല. അപ്പോൾ എന്റെ ഒരു സുഹൃത്ത് ഫാദർ പറഞ്ഞു സെക്ഷൻ 2A നമ്മെ സഹായിക്കുന്നതാണ്. ആ ഫാദർ പറഞ്ഞ അനുസരിച്ച് ഞാൻ അതുപോലെ വിശ്വസിച്ചു. സെക്ഷൻ 2A അനുസരിച്ച് ഈ കാര്യം സേവ് ചെയ്യാം. പക്ഷെ ഞാൻ ആവർത്തിച്ചെടുത്ത് വായിച്ചു. ഇന്നലെയാണ് ആവർത്തിച്ച് വായിച്ചത്. വായിച്ചു കഴിഞ്ഞാൽ പലരോട് ഡിസ്കസ് ചെയ്തു. ഇത് റെട്രോസ്പെക്റ്റീവ് ഇഫക്റ്റ് ഇല്ലാത്തിടത്തോളം കാലം മുൻപം ജനതയെ ഇത് സഹായിക്കില്ല. ഒരു കാര്യം കൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ നിയമം ഞാൻ വിചാരിക്കുന്നു ഈ നിയമം മിക്കവാറും കോടതിയിൽ, സുപ്രീം കോടതിയിൽ ഇത് സ്റ്റേ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇതിന്റെ അകത്ത് വളരെ പ്രധാനപ്പെട്ട 4 ഭരണഘടനാ ആർട്ടിക്കിളുകളെ ലംഘിക്കുന്നുണ്ട്. ആർട്ടിക്കിൾ 14, ആർട്ടിക്കിൾ 25, ആർട്ടിക്കിൾ 26, ആർട്ടിക്കിൾ 29. ഈ 4 ആർട്ടിക്കിളുകൾ പ്രധാനപ്പെട്ട ആർട്ടിക്കിളുകളാണ്. ഈ 4 ആർട്ടിക്കിളുകളെ ഈ പറയുന്ന ഈ നിയമം വളരെ വ്യക്തമായി ലംഘിക്കുന്നത് കൊണ്ട് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു സുപ്രീം കോടതിയിൽ ഇത് സ്റ്റേ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അവസാനിപ്പിക്കുന്നു. ദയവ് ചെയ്ത് ഒരു കാര്യം കൂടി ഞാൻ തിരികെ വരാം താങ്കൾക്ക്. ശ്രീ ഷിജു ഖാൻ,